ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട. ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂര് പുഷ്പോത്സവം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോയിട്ട് കാണാൻ പറ്റി. പക്ഷെ അവിടെ ഞാൻ ഇന്നലെ പോയപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഒരു ചെറിയൊരു വിഷയമുണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും വളരെ മനോഹരമായി അവിടെ പൂക്കൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തും അല്ലെങ്കിൽ എല്ലാ കാലാവസ്ഥയിലും കണ്ണിന്, മനസ്സിന്, ആത്മാവിന്, ശരീരത്തിന് എന്നു വേണ്ട നമുക്കത് കാണുമ്പോഴുള്ള ഒരു വൈബുണ്ട്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ, പൂക്കൾ കാണുമ്പോഴുള്ള ഒരു ഫീൽ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു തരം പൂക്കളാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇടയ്ക്ക് ആ ഒരു കാര്യം പറയാറുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കാണുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം. പലതരത്തിലുള്ള പൂക്കളായാലും പലതരത്തിലുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും. പക്ഷെ ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പലപ്പോഴും പലരോടും പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇതല്ല ഇതിപ്പോ നമ്മളിപ്പോ എന്തോരം കണ്ടേക്കണോ, ഇതൊക്കെയാ, അതിങ്ങനെ ഇതൊന്നും വിഷയമുള്ള കേസല്ലേട്ടത്. പക്ഷെ എന്തായാലും കുറച്ചും കൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് കാണാൻ പറ്റി. ഞാനിപ്പോ പല കാലഘട്ടത്തിൽ ഇപ്പം നല്ല ചൂടായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ചെടികളെയൊക്കെ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പല നിറത്തില്, പല സൈസില്, പല രീതിയില് ഒക്കെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തണത് കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് അന്നും ഇന്നും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ പുഷ്പോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ, സ്റ്റേജ് ഷോസുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതായത് വൈകുന്നേരങ്ങളിലാണ്. നമ്മൾ ചെന്ന സമയം ഒരു 4 മണി 4 മണി സമയത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 5 മണി 6 മണി കൂടിയിട്ട് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് ഏരിയ തന്നെ അതിന് വേണ്ടിയിട്ട് അവര് കണ്ടു. അത് പലതരത്തിൽ. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് റോസാപ്പൂക്കളായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 200 300 തരം വെറൈറ്റി റോസാപ്പൂക്കൾ അവിടെ എനിക്ക് കാണാൻ പറ്റി. അതുപോലെ ഡാലിയ, അങ്ങനെയുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റി. പലതരത്തിലുള്ള വർണ്ണങ്ങൾ. ആദ്യമേ തൊട്ട് ഞാൻ പറയാറുള്ള പോലെ തന്നെ ഈ താമരയായാലും അല്ല പോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും പറ്റാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഉള്ള സമയം കൊണ്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനിപ്പോൾ എല്ലാവരും അത് ചെയ്യണമെന്നോ എല്ലാവരും അത് ഞാൻ കാണുന്നത് കാണണമെന്നോ നമ്മൾ വാശി പിടിക്കാറൊന്നുമില്ല. കാരണം എല്ലാം വളരെ മനോഹരമാണ്. ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഞാൻ ഈ കാഴ്ച കുറവുള്ള ആളുകളുടെ കൂടെ നടക്കുന്ന ഒരാളും കൂടിയാണ്. അവരെ നമ്മൾ പല സ്ഥലത്തേക്കും എത്തിക്കാറിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് നമ്മളവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് അവിടെ എന്താണ് കാണുന്നത്, അതാണ് കാഴ്ചയുടെ പ്രത്യേകത. അതായത് കാഴ്ചയുടെ മനോഹാരിത അവിടെയാണ് നമ്മൾ അറിയണത്. അതായത് അവർക്ക് അറിയില്ല അതെന്താണ് അവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഇങ്ങനെ ഒരു ചുവപ്പ കളറുള്ള ഒരു പൂവ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മഞ്ഞ കളറുള്ള ഒരു റോസാ പൂവ് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരത് ഇമാജിൻ ചെയ്യുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നമ്മുടെ കണ്ണിൻ്റെ അപ്പുറത്ത് കാണുന്നുണ്ട്. അത് മറ്റൊരാളിൽ കൂടെ എനിക്ക് പറഞ്ഞു തരുന്നു. അതാണ് ഈ കാഴ്ചയുടെ, അല്ലെങ്കിൽ ആ ലോകം വലിയൊരു ലോകമാണ്. പലർക്കും നമ്മൾ പറയുന്ന പോലെ കാഴ്ചയുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നതൊരു ഭാഗ്യമാണ്, കേൾക്കാൻ പറ്റുന്നതൊരു ഭാഗ്യമാണ്, വേദന അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. എല്ലാം ഒരു ഭാഗ്യമാണ്. അത് എന്ത് ഇല്ലാതെ നമുക്ക് വരുന്നു അപ്പോഴാണ് നമുക്കതിൻ്റെ ഫീൽ മനസ്സിലാകുന്നത്. ഞാൻ കൂടുതലായിട്ട്
തത്വചിന്തയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ആത്മീയ ചിന്തയിലേക്കൊന്നും കിടക്കണില്ല. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പുഷ്പങ്ങളെയാണ്. റോസാപ്പൂക്കളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. പല തരത്തില്, പല നിറത്തില്. കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് അനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിനോട് കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നിച്ചു. നമ്മളൊക്കെ പലപ്പോഴും ഞാൻ ഒരു പ്രാവശ്യമാണ് പോയിട്ടുള്ളത്, ഊട്ടി റോസ് ഗാർഡൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയാലും ഒരു റോസിൻ്റെ ഒരു പിന്നെ ഊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്ക് കാലാവസ്ഥ ഇതുപോലെയുള്ള ചെടികൾക്കും അതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നമ്മൾ കർണാടക അതുപോലെ തന്നെ പല തമിഴ്നാട് അവിടെയൊക്കെ പോയിപ്പോൾ കണ്ട പോലെ തന്നെ ഈ ചെടികൾക്ക് അതുപോലെ തന്നെ കാലാവസ്ഥ വളരെയധികം അനുകൂലമായ സ്ഥലങ്ങളിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ കാലാവസ്ഥയും അതിന് യോജിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഇലച്ചെടികളായാലും അതുപോലെ തന്നെ പൂച്ചെടികളായാലും അതിൻ്റെ ഒരു മനോഹാരിത എടുത്തു പറയത്തക്ക തന്നെയാണ്. ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള ചില ഈ പച്ചത്തുരുത്തുകൾ അല്ലെങ്കിൽ പൂക്കൾ ഇവയെല്ലാം മനസ്സിന് അല്ലെങ്കിൽ നമുക്കൊരു ആനന്ദകരമാണ്. അതിടയ്ക്ക് ഇത് എൻജോയ് ചെയ്യുക, അത് കാണുക. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത് തന്നെ ഇതിനൊക്കെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഓരോന്ന് കാണുവാനും അറിയുവാനും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം അവസാനിച്ചിരിക്കും എന്നാണ് വലിയ വലിയ കവികളും വലിയ വലിയ തത്വചിന്തകരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയുസ് പോരാ. അത് ഒരുപാട് ഗാനങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഗാനങ്ങൾ ഇവിടെ പാടി വെറുതെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ബസ്സിൻ്റെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു ട്രെയിൻ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ അവിടെയും കണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം വീക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ. ഇതുപോലെ തന്നെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ നമ്മുടെ IAS സ്കൂള് അവരുടെയൊക്കെ എൻജിനീയറിംഗ് വർക്കുകൾ അവിടെ കാണുവാൻ പറ്റി. ഈ വയ്യാത്തവർക്കും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മൂവ് ചെയ്യുന്ന തരത്തിലുള്ള കസേരകളും അതുപോലെ തന്നെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട്. അതുമാത്രമല്ല, ഒരുപാട് കമ്പ്യൂട്ടറുകളും അതുപോലെ ഗെയിമുകൾ റിമോട്ട് കൺട്രോളിൽ ചെയ്യുന്നത് കാണാൻ പറ്റി. അവരെ നമ്മൾ പലപ്പോഴും CBSE സിലബസൊക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ കാണാറുള്ള കൂട്ടുകാരന്മാരാണ്. അപ്പോൾ അവരവിടെ അതിട്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എൻജിനീയറിംഗ് വർക്ക് അത്രയ്ക്കും നമ്മളെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് അവരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളാണ്. അതിന് ശേഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.
അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് പല തരത്തിലുള്ള കള്ളിച്ചെടികളായാലും കള്ളങ്ങളില്ലാത്ത ചെടികളായാലും അവിടെ വിത്തുകളും അതുപോലെ തന്നെ അവിടെ തണ്ടുകളൊക്കെ നമുക്ക് മേടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ നമ്മൾ പഴയ ആളുകൾ ചെയ്യണ പോലെ ഇതുപോലെയൊക്കെ ഇങ്ങനെ പഴയ എന്തെന്നാ അതിൻ്റെ പേരുകൾ എനിക്ക് വെള്ളരിക്കായ അതുപോലെ കുമ്പളങ്ങ അതൊക്കെ ഉണക്കി അതിൻ്റെ വിത്തുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IAS അവിടെയൊക്കെ എൻജിനീയറിംഗ് വർക്കുകൾ വളരെ ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗെയിമുകൾ അത് എൻജിനീയറിംഗ് വർക്ക് നമുക്കങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യാം. അല്ലെ ഇപ്പോൾ ഹെലികാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റോബോട്ട് ഇന്നിപ്പോൾ AI ക്യാമറ അല്ലെങ്കിൽ ഇപ്പോൾ AI എന്നൊരു വിശേഷണത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടെക്നോളജികൾ കയറിപ്പോയിട്ടുണ്ട്. ഭാവിയിൽ അതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഓർക്കിഡിൻ്റെ പലതരം ഓർക്കിഡിൻ്റെ തൈകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായതും മാസങ്ങളോളം നിൽക്കുന്നതുമായിട്ടുള്ള ഓർക്കിഡുകൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഗതി കുറച്ച് വിലകൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മേടിക്കാനും അത് പരിചയപ്പെടാനും അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ എൻജിനീയർ വർക്കുകളെ കുറിച്ച് അറിയുവാനും അവരത് പറഞ്ഞു തരാൻ തയ്യാറാവുന്നുണ്ട്. അതൊക്കെ ഈ പുഷ്പോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ്. 60 രൂപയാണ് അവർ ഫീസ് ഈടാകുന്നെങ്കിലും നമുക്കൊരു 1 ഡേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാഫ് ഡേ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പുതിയ ടെക്നോളജികൾ അവർ പരിചയപ്പെടുത്തുന്നതാണ്. എൻജിനീയർ വർക്കിൻ്റെ പുതിയ ഗെയിമുകളൊക്കെയാണ്. റോബോട്ടുകളും അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ പ്രോഗ്രാം സസൂക്ഷ്മം വീക്ഷിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരു വീഡിയോ കാണും വരെ കാണാം. ബൈ.